നിർമ്മാണ സാമഗ്രികളുടെ വില ക്രമാതീതമായി ഉയർന്നതോടെ പ്രതിസന്ധിയിലായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. ക്വാറി, ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വരവ് സ്തംഭനാവസ്ഥയിലായതോടെ ലൈഫ് മിഷൻ അടക്കമുള്ള സർക്കാർ നിർമ്മാണ പ്രവൃത്തികൾ താളം തെറ്റിയിരിക്കുകയാണ്. വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് സർക്കാർ കരാറുകാരുടെ സംഘടന കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം. മെറ്റൽ, എംസാൻഡ്, പീസാൻഡ്, കരിങ്കൽ തുടങ്ങിയവയുടെ വില ഒരു മാനദണ്ഡവുമില്ലാതെ കുത്തനെ കൂട്ടിയെന്നാണ് പരാതി. ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമവും വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായെന്ന് കരാറുകാർ. വലിയ രൂപത്തിലുള്ള വിലക്കയറ്റമാണ് കോറിക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് 6 മാസം ഈ കാലവർഷം തുടങ്ങിയത് അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തേക്ക് റോഡുകളുടെ പണി, അതുപോലെ തന്നെ സീസൺ സമയത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങൾക്ക് ഉണ്ടായ പോലെ തന്നെ ഒരു കൃത്രിമ ക്ഷാമമുണ്ടാക്കി വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ കൊള്ളലാഭം ഇതിനകത്ത് നടത്തുന്നുവെന്നാണ് ഞങ്ങൾക്ക് ആക്ഷേപം. സ്കൂളുകൾ, ഓഫീസുകൾ, ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകൾ, റോഡുകൾ എന്നിവയുടെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ജനപ്രതിനിധികൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം ബന്ധപ്പെട്ട കൗൺസിലേഴ്സിൻ്റെ അടുത്തുണ്ട്. എഗ്രിമെന്റ് വെച്ചാൽ ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തിയാണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കൂടെ വരാൻ പോകുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും പ്രവൃത്തികൾ തീർത്തുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിൻ്റെ പെരുമഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ഇങ്ങനൊരു വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നത്. പരിസ്ഥിതി സംരക്ഷണ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട്ടെ ചെറുകിട ക്വാറികൾ അടച്ചിടാൻ തുടങ്ങിയിട്ട് നാളുകൾ. സമീപ ജില്ലകളായ മലപ്പുറത്തെയും കണ്ണൂരിലെയും വയനാട്ടിലെയും സ്ഥിതി സമാനം. തദ്ദേശ പൊതുമരാമത്ത്, ജലസേചന മന്ത്രിമാർക്ക് മുന്നിൽ നിവേദനങ്ങൾ പലകുറിയെത്തിയിട്ടും ഇടപെടലുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ പ്രവർത്തികൾ അനിശ്ചിതകാലത്തേക്ക് വൈകിപ്പിക്കുമെന്നാണ് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് നിന്നും YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.